ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു ടിപ്സും കൊണ്ടാണ്. നമ്മുടെ മുഖം നല്ലൊരു ഗ്ലോ കിട്ടാനും നിറമൊക്കെ വയ്ക്കാൻ പറ്റിയ, എല്ലാ ദിവസവും തേക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾ രാത്രി കിടക്കാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ നല്ലോണം മുഖത്തും കഴുത്തിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കഴുകി കളഞ്ഞ് നോക്കും. പിറ്റേ ദിവസം രാവിലെ മുഖം നല്ലൊരു ഗ്ലോ തന്നെ നമുക്ക് ഫേസിൽ അറിയാൻ കഴിയും. ഇത് സ്ഥിരമായിട്ട് തേക്കാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനുള്ള ടിപ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ട സാധനം അലോവേറ ജെല്ലാണ്. ഇത് വീട്ടിലുണ്ടായ അലോവേറയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിത് പറിച്ചെടുത്തുകൊണ്ട് വന്നാണ്. നല്ല കറയുണ്ട് കേട്ടോ, നല്ല കറയുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അലോവേറ ജെല്ലൊക്കെ മുഖത്ത് തേക്കുമ്പോൾ ഈ കറയൊക്കെ നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം കഴുകിയിട്ട് വേണം ഇത് മുഖത്ത് തേക്കാൻ, അല്ലെങ്കിൽ ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. എനിക്കിത് ചൊറിയാറുണ്ട് കേട്ടോ. ഇതിൻ്റെ കറ ലേശം മതി, അപ്പം തന്നെ ചൊറിഞ്ഞ് തടിക്കും. ഇത് മുഖത്ത് മാത്രമല്ല, നമ്മുടെ മുടിക്കും നല്ലതാണ്. മുടി നന്നായിട്ട് വളരാൻ നല്ലതാണ്. ഇത് കഴിക്കാനും നല്ലതാണ്, വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. ഇത് കഴിച്ചിട്ട് നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ അലോവേറ ജെല്ല് കൊണ്ട് ഒന്നെങ്കിൽ മുടിയിൽ തേക്കുക, അല്ലെങ്കിൽ മുഖത്ത് തേക്കുക. മുടിയിൽ തേക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ മുഖത്താവട്ടെ തേക്കാറ്. എൻ്റെ മുഖത്ത് നല്ലൊരു പിഗ്മെൻറ്റേഷൻ ആയിട്ടോ. എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗങ്ങളില്ലേ, അതായത് മീശയും ഈ ഒരു താടിയുടെ ഒരു ഭാഗമില്ലേ, ഇത്രയും ഭാഗം ശരിക്കും നല്ലൊരു കറുപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ മുഖം, എനിക്ക് ഏറ്റവും കൂടുതൽ മുഖത്തിൽ ഏറ്റവും കൂടുതൽ വിയർക്കുന്നത് ഈ ഒരു മീശയുടെ ഭാഗമാണ്. അപ്പം ഞാൻ എപ്പോഴെപ്പോഴും ഇങ്ങനെ എപ്പോഴെപ്പോഴും ചെയ്യുമായിരുന്നു കേട്ടോ. എന്നിട്ട് അങ്ങനെ ചെയ്ത് അവസാനം ഇവിടെ ഇങ്ങനെ ഒരു കറുപ്പ് പോലെ വന്നു, ഒരു പിഗ്മെൻറ്റേഷൻ പോലെ ഇങ്ങനെ ഒരു കറുപ്പ് പോലെ വന്നു കേട്ടോ. ഇപ്പോഴൊന്നല്ല, ഒരുപാട് നാളെ 2-3 വർഷങ്ങളൊക്കെ മുമ്പൊക്കെ. അന്നേരം ഞാൻ അതിങ്ങനെ സ്കിന്നൊന്നും അങ്ങനെയൊന്നും കെയർ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പോഴാണ് സൺസ്ക്രീൻ ലോഷനൊക്കെ തേക്കാൻ തുടങ്ങലും ടിപ്സിലൊക്കെ ചെയ്ത് മുഖത്ത് ചെറിയൊരു വ്യത്യാസം തുടങ്ങിയത് ഇപ്പോഴാണ്. അന്നേരം ഞാൻ മുഖത്ത് ഇങ്ങനെ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ വന്നപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ അലോവേറ ജെല്ലല്ല, അലോവേറ ചേട്ടൻ വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ചെറിയ കഷ്ണമാക്കി മുറിച്ച് രാത്രി കിടക്കാൻ നേരത്ത് മുഖത്തൊക്കെ നല്ലോണം തേച്ച് കൊടുക്കാമായിരുന്നു കേട്ടോ. നല്ലോണം തേച്ച് കൊടുക്കും. എൻ്റെ പിറ്റേ ദിവസം രാവിലെയാണ് കഴുകി കളയുന്നത്. ഞാൻ ഈ അലോവേറ ജെല്ല് മാത്രമേ തേക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്ഥിരമായി തേച്ച് പിന്നെ ആഴ്ചയിൽ 2 തവണ സ്ക്രബൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത് തന്നെയാണ് എൻ്റെ മുഖം നല്ല ആ ഒരു കറുത്ത പാട് പോയത്. കണ്ടില്ലേ, ഈ മീശയുടെ ഭാഗവും ഈ താടിയുടെ ഭാഗം നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതിങ്ങനെ ഒരു കറുപ്പ് വരുമായിരുന്നു. അതൊക്കെ നല്ലവണ്ണം കുറഞ്ഞത് ഈ ഒരു അലോവേറ ജെല്ല് തേച്ചിട്ട് മാത്രമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അലോവേറ ജെല്ല് ചേർത്തുള്ള ഒരു അടിപൊളി ഒരു ടിപ്പാണ് ചെയ്യണത്. നമുക്ക് ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിട്ട് ഇത് ചെറിയൊരു കഷ്ണം മതി കേട്ടോ, ഇത്രയൊന്നും വേണ്ടേ. ഞാൻ അമ്മയുടെ അലോവേറ ജെല്ലൊന്ന് പറിച്ചതെന്ന് വെച്ചാൽ അമ്മ വലുത് പറിച്ചതാണ്. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും തേക്കാം, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ തേക്കാം കേട്ടോ. അങ്ങനെ തേക്കുന്നവർക്കൊക്കെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും നല്ലതാണ്. പക്ഷേ ഇത് തേക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു കാരണവശാലും മുഖത്തെ പാടുകൾ മാറത്തില്ല. മുഖം നല്ല ഗ്ലോ എന്തായാലും കിട്ടും, പക്ഷേ മുഖത്തെ പാടുകൾ മാറണമെങ്കിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് തന്നെ തേക്കണം. 1-2 മാസമൊക്കെ സ്ഥിരമായിട്ട് തന്നെ തേക്കണം. പക്ഷേ അലോവേറ ജെല്ല് തേക്കുന്നവർക്ക് ചില ആൾക്കാർക്ക് സ്കിന്നിന് അങ്ങനെ ഇറിറ്റേഷനൊക്കെ വരാറുണ്ട്. ഈ മഞ്ഞക്കറ മാറിയാലും ചില ആൾക്കാർക്ക്, ഇത് നമ്മൾ മഞ്ഞക്കറ മാറിയാലും കഴുകിയിട്ട് നമ്മൾ മുഖത്ത് തേക്കുമ്പോഴൊക്കെ ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ, അലർജി പോലെയൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവർ ഈ അലോവേറ ജെല്ല് ഈ ഒരു എടുക്കരുത് കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനും കിട്ടും അലോവേറ ജെല്ല്. അത് തേച്ചാലും കുഴപ്പമില്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഇതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടില്ല കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ലിന്. ഇതാണ് ഏറ്റവും നല്ലത്. കഴിവതും ഇത് തന്നെ മേടിച്ച് തേക്കുക. അപ്പോൾ ഇതിൻ്റെ കറ കണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ചെറിയൊരു കഷ്ണമായിട്ട് വേഗം തന്നെ വരാം കേട്ടോ. ഇതിൻ്റെ ജെല്ലായിട്ട് വരാവേ. നന്നായിട്ട് അങ്ങ് കഴുകിയെടുക്കട്ടെ. അപ്പോൾ എനിക്കിത് ഒരു 1.5 സ്പൂൺ അളവിൽ അലോവേറ ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം അലോവേറ ജെല്ല് എടുത്തോളൂ. എന്നിട്ട് നല്ല വൃത്തി കഴുകിയിട്ട് മിക്സിയിൽ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടോ. നന്നായിട്ട് കട്ടയായിട്ട് ഇരിക്കായിരുന്നേ. അതുകൊണ്ട് ഇത് ഇത്തിരി വെള്ളം പോലെ ആയിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ ആയിട്ട് അടിച്ചെടുത്തത്. അലോവേറ ജെല്ല് ഒരു 1.5 സ്പൂൺ അളവിൽ അലോവേറ ജെല്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഹണിയാണ്. കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ അളവിൽ ഹണി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എങ്കിലാണ് മുഖം ഒന്ന് നല്ലൊരു ഗ്ലോ ആയിട്ട് കിട്ടുകയുള്ളേ. അപ്പോൾ ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ മുഖത്ത് എന്തെങ്കിലും ഒരു മുഖക്കുരൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ.
അപ്പോൾ തേനും ഈ ഒരു അലോവേറ ജെല്ലും കൂടി മിക്സ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഒന്ന് ഇതിങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ അലോവേറ ജെല്ല് ഞാൻ മിക്സിയ ജാറിൽ ഒരടി അടിച്ചപ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളം പോലെ കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു തേനും കൂടെ ആയിട്ടൊന്ന് മിക്സായി വരുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും, തേന് വേറെ അലോവേറ ജെല്ല് വേറെ ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. നന്നായിട്ടങ്ങ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് തേച്ച് ഉടനെ തന്നെ ഒരു 20 മിനിറ്റ് വരെ മുഖത്ത് വയ്ക്കാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്ക് കഴുകിക്കളയണേ. കാരണം ഇതിൽ ഹണി ഉള്ളത് കൊണ്ട് നമുക്കിപ്പം അവിടെ അങ്ങ് പോയി ഇരിക്കുമ്പോൾ ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തേച്ച് കൊടുത്താൽ നമുക്ക് കിടക്കാനൊന്നും പറ്റില്ല. രാത്രി കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് അലോവേറ ജെല്ല് മാത്രം തേക്കുന്ന ഇഷ്ടമാണെങ്കിൽ അത് തന്നെ തേച്ചോളൂ, കഴുകിക്കളയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ മുഖത്ത് ഒരു പാടും വരത്തില്ല, ഒരു എന്താ പറയുക, ഒരു കരുവാളിപ്പം വരത്തില്ല, മുഖക്കുരും വരില്ല, ഒന്നും വരില്ല കേട്ടോ. നിങ്ങൾ സ്ഥിരമായിട്ട് തന്നെ തേക്കണം. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ മുഖത്തുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, അതായത് മുഖത്തിങ്ങനെ ഒരു ശരിക്കും പാടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമുക്കൊരു കറുപ്പ് നമുക്കറിയാൻ പറ്റും. മുഖം കവിളുടെ നിറം വേറെ, ഈ ഒരു നിറം വേറെ, നമുക്ക് ശരിക്കും മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ആ ഒരു പാട് മാറിയത് എനിക്ക് അലോവേറ ജെല്ല് തേച്ചിട്ട് മാത്രമാണ്. അപ്പോൾ മുഖത്തൊരു ഗ്ലോ കിട്ടാനും മുഖക്കുരു പോകാനൊക്കെയാണ് ഞാൻ ഇതിൽ തേനും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തത്. ഇത് ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ തേക്കാവുന്നതാണ് കേട്ടോ. നല്ലോണം തേച്ച് കൊടുക്കുക, മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കുക. ഞാനിത് മുഖത്ത് മാത്രമേ ഇപ്പോൾ തേക്കുന്നുള്ളൂ. ഇങ്ങനെ തേച്ച് കൊടുക്കുന്നതനുസരിച്ച് തന്നെ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് വേണം തേച്ച് കൊടുക്കാൻ. ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ചുണ്ടിനകത്തായെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ചുണ്ടിനുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും നല്ലത് തന്നെയാണ്. കണ്ണിൻ്റെ താഴെയൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കറുപ്പ് കുറയാനൊക്കെ നല്ല കേട്ടോ. ഇപ്പം എൻ്റെ കണ്ണിൻ്റെ താഴെ നല്ല കറുപ്പുണ്ട്, കണ്ടില്ലേ? ഉറക്കമില്ലായ്മ ഉണ്ട് കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോക്കും ചൂടൊക്കെ കാരണം ഉറക്കം അങ്ങ് ശരിയാവുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കണ്ണിന് ചുറ്റുള്ള കറുപ്പുണ്ട്. എന്നാലും ഞാൻ പാലില്ലേ, തിളപ്പിക്കാത്ത പാല്, അതൊക്കെ എടുത്തപ്പോൾ അതൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കണ്ണിലെടുത്ത് തേച്ച് കൊടുത്ത് മസാജൊക്കെ ചെയ്യാറുണ്ട്. 2 ദിവസമായിട്ട് പാലങ്ങ് തേക്കാറില്ല. അപ്പോൾ പാൽ തേക്കുമ്പോഴത്തേക്കും ആ ഒരു കറുപ്പ് നന്നായിട്ട് അങ്ങ് കുറഞ്ഞു കിട്ടും കേട്ടോ. ഞാനത് ഫ്രിഡ്ജിനകത്ത് കുറച്ച് പാലെടുത്ത് വെച്ചിട്ട് കയ്യിലിങ്ങനെ പഞ്ഞിയിൽ ഒന്നെങ്കിൽ പഞ്ഞി മുക്കി തേക്കും, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഈ വിരൽ കൊണ്ടിട്ട് ചെയ്യേണ്ടത് മോതിര വിരൽ കൊണ്ട് പിന്നെ തേച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മസാജ് അങ്ങ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ചുളിവുണ്ടെങ്കിൽ കുറയും, കറുപ്പുണ്ടെങ്കിലും കുറയും. മുഖത്ത് മൊത്തം തേച്ച് കൊടുക്കാറുണ്ട്, പക്ഷെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ പതുക്കെ ഒന്ന് മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അലോവേറ ജെല്ല് നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ണിൻ്റെ ചുറ്റിനാണ് തേച്ച് കൊടുക്കുക. ചുളിവ് കുറയും, പിന്നെ കറുപ്പുണ്ടെങ്കിൽ അതും കുറയും കേട്ടോ. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ഒരു മുഖത്ത് വെച്ചാൽ മതിയേ. എന്നിട്ട് മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകുക. സോപ്പൊന്നും ഉപയോഗിക്കണ്ട കേട്ടോ. ഇത് ഞാൻ പകലാണ് തേക്കുന്നത്. നിങ്ങൾ രാത്രി തേക്കാൻ നേരത്ത് സോപ്പൊന്നും ഉപയോഗിക്കുന്നത് സാധാ രീതിയിലാണ് കഴുകി കളഞ്ഞാൽ മതി. രാവിലെ നോക്കുക മുഖം നല്ലൊരു ഗ്ലോ തന്നെ ഉണ്ട്. സ്ഥിരമായിട്ട് തേക്കുമ്പോൾ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ആവട്ടെ, നമുക്ക് കഴുകി കളയാം. 20 മിനിറ്റ് മുഖത്ത് വെച്ചായിരുന്നാളെ. എന്നിട്ട് ഞാൻ സാധാ വെള്ളത്തിലങ്ങ് മുഖം ഒന്ന് കഴുകിട്ടോ. സോപ്പൊന്നും ഉപയോഗിച്ചില്ലേ. മുഖത്തിന് നമ്മുടെ കവിളുടെ സൈഡിലൊക്കെ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ടാവും കേട്ടോ. അതുമാത്രമല്ല നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് അറിയാൻ കഴിയും. ഈ കൈ കൊണ്ടൊക്കെ തൊടുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് അറിയാൻ കഴിയും. അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഡെയിലി തേക്കുമ്പോൾ നല്ലൊരു മാറ്റം അറിയാൻ കഴിയും. മുഖത്ത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം മാറി കിട്ടുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് തേനും മഞ്ഞൾപ്പൊടിയും ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു അലോവേറ ജെല്ല് മാത്രം മതി കേട്ടോ. അത് ഡെയിലി നിങ്ങൾ മുഖത്ത് വയ്ക്കുമ്പോൾ നല്ലൊരു ചേഞ്ച് അറിയാൻ കഴിയും മുഖത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസിൽ കാണട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.